എങ്ങനെയുണ്ട്? എന്നാ ചായ ഇത്? ഇതെങ്ങനെയായിട്ടേ? ഇതൊക്കെ എവിടെന്നാ പഠിക്കുന്നത്? ഒരു രക്ഷയില്ലാട്ടോ. ഞാൻ പണ്ടേ നല്ല ചായ ഉണ്ടാക്കുവായിരുന്നു. ആണോ? എന്നാ രുചി, ഒരു രക്ഷയില്ലാട്ടോ. എന്റെ കർത്താവേ, ഈ ചായ ഇഷ്ടപ്പെട്ടല്ലോ, എനിക്ക് അത് മതി. ഇനി എന്നും മീനാക്ഷി തന്നെ ചായ ഉണ്ടാക്കിയാ മതി. അത് തന്നെ. മതി മതി. നീ ഇതൊക്കെ ചോദിച്ചു പഠിക്കണം കേട്ടോ. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. എന്നാ പിന്നെ അടുക്കളയിലോട്ട് ചെല്ലി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയാക്കിക്കും. ശരി. ബ്രേക്ക്ഫാസ്റ്റ് പിന്നല്ലാതെ എന്ത് ആലോചിക്കുന്നു? ഒന്നുമില്ല. കുടിക്ക്. കുടിക്കാം. ഇങ്ങനെ ഒരു ചായ എങ്ങനാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനെയും ചായ ഉണ്ടാക്കാൻ പറ്റൂ? അതെ, ഞാനെന്നാ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, എല്ലാം ഒന്ന് കാണിച്ചു. ഞാൻ ചായ കുടിക്കും. ഇതവിടെ കൊണ്ട് കളയും. ഡോക്ടറെ, ഡോക്ടറെ. അയ്യോ, വന്നാ. എന്നാൽ പവിത്ര എന്നോട് ഈ പരിപാടി കാണിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മീനാക്ഷി വന്നില്ലേ? മീനാക്ഷി വന്നു. കുടിച്ചു നോക്കിയേ. എനിക്ക് വേണ്ടായിരുന്നു. കുടിക്ക്. ഓയോ, കുടിക്ക്. ഇതെന്നാ ഇത്? ചായ എന്നാ പറഞ്ഞത്. ഇതോ മീനാക്ഷി ഇട്ട് തന്നതാ. ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത്? എനിക്കറിയത്തില്ല. ഇതാണ് ചായ എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. എന്നാലും പവിത്ര ഇങ്ങനെ ഒരു പണി എനിക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. പവിത്ര, ഡോക്ടർ, നിങ്ങൾക്ക് വാതോർന്ന് പറയാൻ മേലായിരുന്നു മീനാക്ഷി ഇങ്ങനെയല്ല ചായ ഉണ്ടാക്കുന്നത് പറയാൻ മേലായിരുന്നു. എങ്ങനെ പറയാൻ പറ്റും? പവിത്രം പറഞ്ഞിട്ട് ഞാൻ അവരെ അറിയാതെ ഞാൻ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തില്ലേ. ഇനിയിപ്പോ ഈ ചായ മോശമാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഇനി ഇവർ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ വൃത്തികെട്ട ചായ കുടിച്ചല്ലേ ജീവിക്കേണ്ടി വരിക. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിലെ അജയൻ സാറല്ലേ? അജയ് സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? എനിക്ക് പ്രതീക്ഷയില്ല. എന്നാലും പവിത്ര ഒരു കാര്യം ഏറ്റിട്ട് ഇങ്ങനെ ആവുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. സാർ, നിങ്ങളൊന്ന് പിടക്കാതെ നിൽക്കി. ഇതിന് പിടക്കാതിരിക്കണ ഇവരെവിടെ ജീവിതകാലം മുഴുവൻ കൊണ്ട് പൊറപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊന്നുമല്ലോ. അതല്ല, ഇത് നമ്മൾ ആലീസിനെ ഒന്ന് സ്നേഹിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ കൊണ്ട് നിർത്തിയേക്കുന്നല്ലേ. കുറച്ച് നാൾ കഴിയാൻ നിർത്തി ഈ ആലീസ് തന്നെ ഇവരിവിടെ ഇറക്കി വിടുന്നു. അത് നടക്കത്തില്ലെന്ന് പവിത്രം പറഞ്ഞ ഒരു നമ്പർ ഞാൻ അങ്ങോട്ടെടുത്ത് ഇറക്കി നോക്കി. ചെലവായി കാണും. ചെലവായി, കുറെ ചെലവായി. ഞാൻ അവരോട് പറഞ്ഞു അവർ ഏറ്റവും വലിയ സുന്ദരിയാണ്, സ്മാർട്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടൊരെണ്ണം ഇറക്കിയപ്പോ അവര് മറിച്ച് ഇങ്ങോട്ടൊരെണ്ണം. ആലിസ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്നും അവരെ കെട്ടിയ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്നും. എങ്ങനെ ഇരിക്കുന്നത് നോക്കിയേ. ഇത് കേട്ടപ്പോ ആലീസിന് സന്തോഷമായി. ഞാൻ പറഞ്ഞത് ആരും മൈൻഡ് ചെയ്തില്ല. ഞാനൊരു മാതിരി ഇവരുടെ നടുക്ക് ഇങ്ങനെ ബ്ലിങ്കസ് ചെയ്യാന്ന് പറഞ്ഞത്. എന്റെ പൊന്നെ, നിങ്ങൾ ഇങ്ങനെ പിടയ്ക്കാതെ. നമ്മൾ ഒരിക്കൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പിന്മാറരുത്. സാർ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്യാൻ അവരെന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഞാനെങ്ങാനും ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ 100 സ്റ്റെപ്പ് അവർ ഇങ്ങോട്ട് വെക്കും. ട്രൈ ചെയ്ത് അവസാനം എനിക്ക് അവരെ കെട്ടേണ്ടി വരും. ആലീസിനെ ഡൈവേഴ്സ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ എന്നാ ചെയ്യുന്നു പറയടാ. പിന്നെ ഒരു കാര്യം പറയാം. ഈ സാധനം ഉണ്ടല്ലോ, ചെറിയ സാധനമൊന്നുമല്ല. എന്റെ പൊന്ന് പവിത്ര, വന്ന് കേറിയ ആലീസ് അടുക്കളയിലേക്ക് ഇവരെ വിളിച്ചോണ്ട് പോയി. ഞാനാണെങ്കിൽ ഇതൊന്നും അറിയാതെ തിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും ബാക്കിൽ നിന്ന് വന്നൊരു തട്ടു. തിരിഞ്ഞ് ഞാൻ നോക്കുമ്പോഴേക്കും ഈ സാധനം വന്ന് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയാ, ഈ ലോകത്ത് കണ്ടതിൽ ഏറ്റവും സുന്ദരൻ ഡോക്ടറാണെന്നും ഡോക്ടറിനൊക്കെ കാണാമെന്ന് പറഞ്ഞു ഇവിടെ ഇട്ട് പിടിച്ചു. അങ്ങനെ പിടിച്ചോ? എന്നാ ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കാം. ഇനി മുതൽ അങ്ങോട്ടുള്ള യാത്രയിൽ മീനാക്ഷിയോട് കൂടുതൽ അടുക്കണ്ട. കാരണം മീനാക്ഷി ഇനി അടുത്ത റൗണ്ട് എന്നാ ചെയ്യുന്നതെന്ന് നമുക്ക് മുൻകൂർ പറയാൻ പറ്റിയെന്ന് പവിത്ര. പവിത്ര, എനിക്കൊരു ഐഡിയ പറഞ്ഞതാ. ഐഡിയ വേണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന്. ഇത് എനിക്കറിയാവുന്ന ഐഡിയ അല്ല. ഞാൻ ഇനി പറഞ്ഞു തന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? അത് പാളിയില്ലേ? വരുന്നുണ്ട് എന്റെവനാ. അയ്യോ, സത്യത്തിൽ ഞാൻ പവിത്രനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. എന്താ മീനാക്ഷി വന്ന്? അയ്യോ, ആ കാര്യം സാർ എന്നോട് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞല്ലേ, അടിപൊളി. എല്ലാ ജോലിയും അറിയാം. ഇപ്പൊ തന്നെ ഐശ്വര്യമായിട്ട് ഇച്ചായന് ഒരു ചായ ഉണ്ടാക്കി കൊടുത്തേ. ഇച്ചായന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചായ അല്ലേ ചായ? ഞാൻ അതുകൊണ്ട് ഒറ്റ വിലക്ക് പിടിച്ചു. പൗത്രന് ചായ വേണോ? അയ്യോ, എന്റെ പൊന്നു കുഞ്ഞു, എനിക്ക് ചായ വേണ്ടേ? അതല്ല, ഈ സമയത്ത് ആര് ചായ കുടിക്കാൻ ആ കാര്യം പറഞ്ഞായിരുന്നു. ഇനി ഒരിക്കലാട്ടെ നമുക്ക് ചായ കുടിക്കാവേ. ഇച്ചായനെ മീനാക്ഷിന്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ഒരാളെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. ആണല്ലേ? ആരായാലും പുകഴ്ത്തി പോവുമല്ലോ. എന്നാ സാറേ, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് പോയിട്ടൊരു ശകല ധൃതിയുണ്ട്. പവിത്രം പോകാൻ പറ്റും. അതങ്ങനെ പോകാൻ പറ്റുന്ന നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോവാം. തീരുമാനം ഉണ്ടാവണം. ഏതിന് തീരുമാനം ഉണ്ടാക്കണം? ഞാൻ പവിത്രന് ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു. പവിത്രൻ പാതി വരെ അത് നല്ല വൃത്തിയായിട്ട് ചെയ്തായിരുന്നു. ബാക്കി പകുതിയും കൂടെ എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണം. നീ പെട്ടെന്ന് വാ. ദേ മീനാക്ഷി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, അത് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോണ്ടേ? വാ വാ. ശരി, ആയിക്കോട്ടെ.
ചെല്ലു സാറേ, മീനാക്ഷി എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അത് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. മൃഗാശുപത്രി പോകേണ്ടി വരില്ല, ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി കിടക്കേണ്ടി വരും. ഇതിപ്പോ എന്തോ ചെയ്യൂന്ന് പറ. ഞാൻ ഒരു കാര്യം പറയാം. 24 മണിക്കൂറിനകം അവരെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള ഒരു നമ്പർ പറഞ്ഞ് തന്നില്ലെങ്കിൽ പവിത്ര ഞാൻ തട്ടിയിരിക്കും. തട്ടു എന്ന് പറഞ്ഞാൽ തട്ടും. ചേട്ടാ ഇതെന്ത് അവസ്ഥയാന്ന് ആലോചിച്ച് നോക്കി. ഒരു ഐഡിയ പറഞ്ഞു കൊടുത്താലും തെറി. ഓ ശോ. ഈ ചായന്റെ വിചാരവേ എനിക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിയൊന്നും ഇല്ലാന്നല്ലേ? ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? പ്രവൃത്തി കണ്ടാൽ അറിയാലോ. ഈ ചായ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് ഭയങ്കര സുന്ദരിയാണെന്ന് ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് എന്റെ മുമ്പിൽ വെച്ച് മീനാക്ഷിയോട് പറഞ്ഞു ഭയങ്കര സുന്ദരിയാന്ന്. അതിപ്പോ അവർക്കൊരു ആനച്ചന്തം ഉണ്ട്, അപ്പൊ ജസ്റ്റ് ഒന്ന് കോംപ്ലിമെന്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പൊന്നു മോനെ ജോർജോട്ടേ, അങ്ങനെയൊന്നുമല്ല, മോന്റെ മനസ്സിൽ നല്ലൊരു പ്ലാനിങ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ പ്ലാൻ? ഒരു പ്ലാനും ഇല്ല, നീ ആവശ്യമില്ലാത്ത ചിന്തിക്കരുത്. പ്ലാനാണത്രേ. പ്ലാനൊക്കെ ഉണ്ട് മോനെ. പോയടി അവിടെ നിന്ന്. ഈ ചായ അതുകൊണ്ടേ ഈ ചായ നേരത്തെ ഒരു ചായ കുടിച്ചില്ലേ? നല്ല മനോഹരമായ ചായ എന്നൊക്കെ പറഞ്ഞില്ലേ? ചായയായിരുന്നു അത്. സൂപ്പർ ചായ ആയിരുന്നു അല്ലേ? അതെ, മീനാക്ഷി അല്ല ഇട്ടത്, ഞാനാ ഇട്ടത്. സത്യം. എന്ത്? നിന്റെ ചായ എനിക്ക് അറിയത്തില്ല. എത്ര നാളായിട്ട് ഞാൻ കുടിക്കുന്നത്? ഇത് നീ ഉണ്ടാക്കിയ ചായ അല്ല, നിന്റെ പരിവ് എനിക്കറിയാം. ഞാൻ ഇട്ടത് തന്നെയാണ്. മനഃപൂർവ്വമാണ് ഞാൻ അത്രയും വൃത്തികെട്ടൊരു ചായ ഉണ്ടാക്കിയത്. മനോഹരമായിരുന്നല്ലേ? എന്ത് ചെയ്താ ചായ? കളഞ്ഞോ? എന്തൊരു വൃത്തികെട്ട ചായ ആയിരുന്നു. കുടിക്കാൻ പറ്റും? ഞാനത് കളഞ്ഞത്. ഇപ്പൊ ഡോക്ടർക്ക് കാര്യം മനസ്സിലായല്ലോ. എന്നാ? എന്റെ ഡോക്ടർ മനസ്സിൽ കാണുമ്പോഴുണ്ടല്ലോ ഈ ആലിസ് അങ്ങ് മാനത്ത് കാണും. ഇനി തൊട്ട് ഞാൻ മനസ്സിലൊന്നും കാണുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ മാനത്തും കാണൂല. നിനക്ക് ചില്ലറ ബുദ്ധിയൊന്നും അല്ല. മനസ്സിലായല്ലോ. അലിസ്, ഇത് ആട്ടാതിരിക്ക്, തല കറങ്ങും. ഒരു സുഖമുള്ള പത്രം വായിക്കുമ്പോ വെറുതെ ഇരിക്കും. ഞാൻ പത്രം വായിച്ചോണ്ടിരിക്കുകയല്ലേ, അതിനിടയിൽ വന്ന് എത്തി നോക്കിയെന്ന് പിടിച്ചു വലിക്കുന്ന. ഓ ഓ സമയം എത്രയാന്നറിയാമോ? ഞാൻ നോക്കിയില്ല ചായ. 8 മണി. 8 മണിയായുള്ള? ഞാൻ വിചാരിച്ച 9-9:30 ആയിക്കാണോന്ന്. രാവിലെ സാധാരണ നീ എനിക്ക് എന്താ തരാറുള്ള? രാവിലെ സാധാരണ ഒരു ഗുഡ് മോർണിംഗ് തരാറുണ്ട്, പിന്നെ പത്രം തരും. പത്രം ഞാൻ കൂടെ തന്നല്ലോ. ഒരു ചായ കിട്ടൂ? എന്റെ പൊന്നിന് ഇതുവരെ ചായ തന്നില്ലേ ഞാൻ? ചായ ഈ പൊന്നാണ് എനിക്ക് ഇട്ട് തരാറുള്ളത്. തന്നില്ലല്ലേ? ഇപ്പൊ തരാം. ഇപ്പൊ ഞാൻ ആലോചിച്ച എന്തോ ഒരു കാര്യം ഞാൻ മറന്നല്ലോ. മീനാക്ഷി, രാവിലെ ഇച്ചായന് ചായ കൊടുക്കാൻ മറന്നുപോയെന്നേ. ഇച്ചാനാണെങ്കിൽ നേരം വെളുത്ത ഒരു ചായ നിർബന്ധ. ഞാനതങ്ങ് വിട്ടുപോയി. മീനാക്ഷി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച്. അയ്യോ, അത് എനിക്ക് അറിയില്ലായിരുന്നല്ലോ ആലീസേ. നാളെ തൊട്ടാട്ടെ കൃത്യസമയത്ത് ഞാൻ ചായ കൊടുക്കാം. പോരെ? അയ്യോ, നല്ല ചുരിദാറ് ആലീസിന് നന്നായിട്ട് ചേരുന്നുണ്ട്. ആണോ? നല്ല വിലയായി കാണും അല്ലേ? ഇത് എവിടുന്ന് വാങ്ങിയതാ? അതെ, ഞാനിപ്പോ റെഡിമെയ്ഡ് എടുക്കാറില്ല. കാരണം നമ്മുടെ ഷേപ്പിനനുസരിച്ച് കിട്ടൂലെന്നേ. പിന്നെ അതുമായിട്ട് ഷേപ്പ് ചെയ്യാനൊക്കെ നടക്കണം. അതുകൊണ്ട് ഞാനിപ്പോ തുണിയാ എടുക്കുന്നത്. ഇവിടെ വന്നേ പിന്നെ എനിക്ക് ചുരിദാർ തയ്ച്ചു തരുന്ന ആരാന്നറിയോ? മറ്റേ സുജാത ഇല്ലേ, അവിടെ കവലയിൽ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന. അവർ നന്നായിട്ട് തയ്ക്കും. പക്ഷെ അവർക്ക് ഒട്ടും സമയമില്ല. സുജാതയല്ലേ? അവൾക്ക് എവിടുന്നാ സമയം? അവൾക്ക് തയ്ക്കാൻ സമയമില്ലല്ലോ. അവൾക്ക് വേറെ പല കാര്യങ്ങൾക്ക് വലിയ സമയം. വേറെ കാര്യോ? ദേ ആലീസേ, തയ്ക്കാൻ കൊടുക്കുന്നൊക്കെ കൊള്ളാം. തുണി കൊടുക്കുക, തയ്ച്ചു വാങ്ങുക, കാശ് കൊടുക്കുക, തിരിച്ചു പോരുക. വേറെ ഒരിടപാടും വേണ്ട. അതെന്ത്?
അയ്യോ അപ്പൊ ആലീസിന് കഥയൊന്നും അറിയില്ലേ? എന്ത് എന്ത് കഥ? അയ്യോ ഇച്ചായ എന്തോന്ന് ഓടുന്നു? അതൊന്നും അല്ല എന്റെ പൊന്നെ. ശ്ശോ, എന്തുവാടി ഇവിടെ നിന്ന് എക്സ്പ്രഷൻ ഇട്ടോണ്ടിരിക്കുന്നത്? എന്നെ ഒന്ന് അടിച്ചേച്ചായ. എനിക്ക് വേറെ പണിയുണ്ട്. എന്നെ ഒന്ന് അടിക്കാൻ. നിനക്ക് 2 തരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തിനാ പാടി? ഒന്ന് അടിച്ചേന്നു. ശ്ശോ, എന്നാലും സത്യം പറയാലോ, ഭയങ്കര ഓവർ ആക്ടിങ്. നീ കാര്യം ഈ എന്താന്ന് വെച്ചാ കാര്യത്തിന് കുറച്ച് ഓവർ ആക്ടിങ് ഞാൻ കാണിച്ചാല് ഇച്ചായൻ ഇത് കേട്ട് കഴിയുമ്പോ ഒരു തെറ്റും പറയത്തില്ല. എന്നാ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞെങ്കിൽ പറ. എന്റെ ഇച്ചായ, ആ സുജാതയില്ലേ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന, അവരെന്ത് മരിച്ചോ? അവര് മരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് അതൊന്നും അല്ല ഇച്ചായ. അവര് നമ്മൾ വിചാരിച്ച ആളല്ലെന്ന്. നീ എന്തിനാ അവരെ കുറിച്ച് അതും ഇതും ഒക്കെ വിചാരിക്കുന്നേ? ഇച്ചായൻ അവരെ പറ്റിട്ട് നല്ല വിചാരമായിരുന്നല്ലോ. നീട്ടിപ്പോ രാവിലെ ഇരുന്ന് വൃത്തിയോട് പറയാതെ. ഞാൻ പറയണോ വേണ്ടേ? ഒന്ന് കേക്ക് ഞാൻ നീ പറയുന്നത്. പറയണമെന്നില്ല. എന്റെ ഇച്ചായ, അവരൊരു കട നടത്തുന്നില്ലേ ആ കവലയില്? അതാണല്ലോ ടൈലറിംഗ് ഷോപ്പ്. ആ, അത് ഇച്ചായൻ കണ്ടിട്ടുണ്ടല്ലോ. ആ, ഞാൻ കണ്ടിട്ടുണ്ട്. ആ, അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഇച്ചായൻ അറിയോ? പിന്നെ തയ്യൽ നടക്കുന്നുണ്ട്, കട്ടിങ് നടക്കുന്നുണ്ട്. തയ്യലും കട്ടിങ് ഒക്കെയാ നടക്കുന്നത്. പക്ഷെ വേറെ ആണെന്നേ ഉള്ളു. എന്തൊക്കെയാടി പറയണേ? ഇച്ചായ, അവരുടെ കടയിലെ ഒരു ദിവസം കട അടഞ്ഞു കിടക്കുന്നു. ആ, കട അടയ്ക്കാനും കൂടെ ഉള്ളതാണ്. ആ, പക്ഷെ തുറക്കേണ്ട സമയത്താ കട അടച്ചിരുന്നത്. അന്ന് അവർക്ക് പറ്റുന്നില്ലായിരിക്കും, അസുഖമായിരുന്നിരിക്കും. അവർക്ക് അസുഖം തന്നെ, പക്ഷെ വേറെ അസുഖമാ. എന്റെ ഇച്ചായ, ഒരു ദിവസം അവരുടെ കട അടഞ്ഞു കിടക്കുമായിരുന്നു. അപ്പൊ ആളുകളൊക്കെ വിചാരിച്ച് ഇവര് കട തുറന്നിട്ടില്ലാന്ന്. ആ, കട തുറന്നിട്ടില്ലെങ്കിലാണല്ലോ അടച്ചു. ഒന്നും മിണ്ടാതിരിക്കാമോ? പറ. അപ്പൊ ടൈലറിംഗ് ഷോപ്പിൽ വന്ന ആളുകളെയൊക്കെ അപ്പുറത്തുള്ള കടക്കാര് പറഞ്ഞു വിട്ട് കട അടച്ചു കിടക്കുവാന്ന്. പക്ഷെ കട അടഞ്ഞിട്ടില്ലായിരുന്നു ഇച്ചായ. ആരോ ചെന്ന് കടകിലോട്ട് തള്ളിയപ്പോ കഥകങ്ങ് തുറന്നിച്ചായ. കുറ്റിയിട്ട് കാണത്തില്ല, അല്ലെങ്കിൽ പൂട്ടി കാണും. ആ, കുറ്റിയിട്ടില്ല. കള്ളത്തരം ചെത്തപ്പോ കുറ്റിയിട്ടില്ല. അതിന്റെ അകത്തൊരാളുണ്ടായിരുന്നു, ഈ സുജാതയുടെ കള്ളക്കാമുകൻ. ഇങ്ങനെയൊന്നും കാണിക്കട്ടെ, സത്യവാ. ഇച്ചാൻ ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലേ? എന്താ ചേട്ടാ, ഇച്ചാൻ ഈ കാര്യം അറിഞ്ഞായിരുന്നു? ഒരു ചായ കിട്ടൂ. ചായ എടുക്കാനല്ലേ നീ പോയത്? ചായ എടുക്കാനാ പോയത്. ഒരു ചായ എവിടെ? പക്ഷെ എന്നാല് എടി, ചായ എവിടെ? സുജാത അവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്കൊരു ചായ തരാമോ? ചായ തരാം. പക്ഷെ ഈ സുജാത, എന്റെ പൊന്ന്, എന്തൊക്കെയാ ഈ ചായ അവള് പറഞ്ഞത്? അവളെ പോലത്തെ ഒരു പതിവ്രത ഈ നാട്ടിൽ വേറെ ഇല്ല എന്നുള്ള ഭാവത്തിൽ അവള് തെക്കോട്ടും വടക്കോട്ടും നടന്നുകൊണ്ടിരുന്നത്. ഇനി എന്റെ മുമ്പിൽ ഒന്ന് വരട്ടെ. അവളുടെ മുഖത്ത് നോക്കി എനിക്ക് 2 പറയണം. ചായ. ചായ കൊണ്ടുതരാം, ഇപ്പൊ കൊണ്ടുവരാം. കൊണ്ടുവരാം. ചായ എന്ന് പറഞ്ഞ് പോയിട്ട് ആരെ കഥയും ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക. എന്തൊരു എക്സ്പ്രഷൻ ആണില്ല വേറെ. മീനാക്ഷി പറഞ്ഞ സംഭവം കേട്ടതിന്റെ ആവേശത്തിലേ ഞാൻ ഇച്ചാനോട് പറയാൻ പോയതാ. ചായ എടുത്തില്ല. എവിടെ ചായ? എന്റെ പൊന്നെ, സമയത്തിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചായ നിർബന്ധമാണ്. അതുകൊണ്ടല്ലേ ശിവരാജൻ ചേട്ടനോട് രാവിലെ 7 മണിക്ക് മുന്നേ പാല് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. ശിവരാജന്റെ വീട്ടിൽ നിന്നാ പാല് വാങ്ങുന്നത്? ആ, പൗത്രം പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻ പാലിലെ മായവും വെള്ളവും ഒന്നും ചേർക്കത്തില്ലെന്നും. അത് ശരിയാ, ശിവരാജൻ ഒരു പാവമാ. അതല്ലേ ശകുന്തള ഇങ്ങനെ ആയി പോയത്. ശകുന്തളയാ? അതാര്? ശിവരാജന്റെ ഭാര്യ. അവള് കല്യാണം കഴിഞ്ഞ സമയത്ത് നല്ല പെണ്ണായിരുന്നു. പക്ഷെ പിന്നീട് അവിടെ തനി സ്വഭാവം വളർക്കാൻ തുടങ്ങി. രാവിലെ പശുവിനെ കറക്കാൻ വരുന്നതേ ഒരു തമിഴനാ, പേര് മണികണ്ഠൻ. 4 മണിക്ക് വരും. ആ സമയത്തെ എന്തായാലും ശിവരാജൻ നല്ല ഉറക്കമായിരിക്കും. പാൽപാത്രം കൊണ്ട് കൊടുക്കുന്നതും എണ്ണ കൊണ്ട് കൊടുക്കുന്നതും അവളാ. അവസാനം വന്ന മാറ്റി വെക്കേ. എന്റെ പൊന്നെ, അടുത്ത ന്യൂസ്. ഇങ്ങോട്ട് നോക്ക്. പറ. നമ്മുടെ പാല് കൊണ്ടുവരുന്ന ശിവരാജൻ ചേട്ടനില്ലേ? എന്റെ കർത്താവേ, ഇത്രയും ദുഃഖമൊക്കെ അങ്ങയുടെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വെച്ചോണ്ടാണോ നമുക്ക് ഡെയിലി പാല് കൊണ്ട് തന്നോണ്ടിരുന്നത്? നീ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടാതെ എന്താ സംഭവം? എന്താ? നമ്മുടെ ശിവരാജൻ ചേട്ടൻ. നമ്മുടെ ശിവരാജൻ ചേട്ടൻ, മനസ്സിലായി. അങ്ങേരുടെ ഭാര്യ ശകുന്തള. അങ്ങയുടെ ഭാര്യ ശകുന്തള, 2 പേരെയും മനസ്സിലായി. മനസ്സിലായല്ലോ. നല്ല ആൾക്കാര്. ആര് പറഞ്ഞു നല്ല ആളുകളെന്ന്?
അങ്ങനെയൊന്നും വിലയിരുത്താൻ വരട്ടെ. ഈ ശകുന്തളയെന്ന് പറഞ്ഞവള് കല്യാണം കഴിഞ്ഞപ്പോ ഭയങ്കര ഡീസന്റ് ആയിരുന്നെന്ന്. കുറച്ചു നാള് കഴിഞ്ഞപ്പോ അവളുടെ തനി സ്വരൂപം പൊങ്ങി വന്നു. അതിന് നിനക്കെന്നാടി? ഈ ചാരി കേൾക്കണോ വേണ്ടേ? കേക്കാമോ ഒന്ന്? കേക്കാം. എന്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ ആരോട് പോയി പറയും? പറ. എന്നിട്ട് ഇവരുടെ വീട്ടില് വെളുപ്പിനെ പാല് കറക്കാൻ വന്നോണ്ടിരുന്നത് ഒരു തമിഴനാ. പേര് മണികണ്ഠൻ. നല്ല പേരാ. ഇവൻ 4 മണിക്കാ വന്നോണ്ടിരുന്നത്. രാവിലെ വരുമല്ലേ? അപ്പൊ എന്നുവെച്ചാ 1-2 പ്രാവശ്യം കണ്ടപ്പോ ഇവര് തമ്മിൽ ചെറിയൊരു അടുപ്പൊക്കെ ആയി. അപ്പൊ എന്താന്നറിയോ ഈ ശകുന്തളയുടെ ബുദ്ധി? അവളെന്താന്നറിയോ ചെയ്തത്? രാത്രി 1 ഗ്ലാസ് പാല് നിർബന്ധിച്ച് ശിവരാജനെ കൊണ്ട് കുടിപ്പിക്കാൻ തുടങ്ങി. അതിലെന്താ ചേർത്തത്? ഉറക്ക ഗുളിക പൊടിച്ച് പാലിൽ ചേർത്തെന്ന് ശിവരാജന് കൊടുക്കുമെന്ന്. നീ ഒന്ന് പോയേടി അങ്ങോട്ട്. എന്റെ ഇച്ഛായ സത്യമാ ഞാൻ പറയണേന്ന്. ശിവരാജനാണെങ്കിൽ കൂർക്കം വലിച്ചങ്ങ് കിടന്നുറങ്ങും. അതിപ്പോ ഞാൻ എന്നാ ചെയ്യണം? അല്ല പറ നീ പറ. വെളുപ്പിനെ 4 മണിയാകുമ്പോ പാല് കറക്കാനായിട്ട് ഈ മണികണ്ഠൻ വരും. വരട്ടെ. അപ്പൊ എന്തോ അലാറം വെച്ചിട്ട് ഇവൾ എഴുന്നേക്കും. ഇവളാണല്ലോ കറവപ്പാത്രവും എണ്ണയൊക്കെ ആയിട്ട് കൊണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് കൊടുത്താലല്ലേ പാല് കറന്നെടുക്കാൻ പറ്റൂ. ഇവൾ അങ്ങ് കൊടുക്കും. പിന്നെ കളിയായി ചിരിയായി വർത്തമാനമായി. ഈ ഉറങ്ങിക്കിടക്കണ ശിവരാജൻ ചേട്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? പക്ഷേ ഉണ്ടല്ലോ ഈ ചായ, ദൈവം എന്ന് പറഞ്ഞ ഒരാള് മേളിലുണ്ട്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ. ഒരു ദിവസം പിടിച്ചു 2-ന്. ശിവരാജൻ ചേട്ടന് എന്തോ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി കൊടുത്ത പാലങ്ങ് കുടിച്ചില്ല. രാവിലെ ആയപ്പോഴത്തേക്ക് എന്തോ ശബ്ദം കേട്ട് ഈ ചേട്ടൻ അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോഴല്ലേ ഇച്ചായ കഥ മാറിയത്. പിടിച്ചെന്ന് 2-നെ കയ്യോടെ പൊക്കിയെന്ന്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം കേട്ടപ്പോഴാ അയാളുടെ ഒരു നല്ല മനസ്സേ. അവൾ ഇപ്പോഴും കൂടെയുണ്ട് ഇച്ചായ. കഷ്ട ചായ. അങ്ങേരുടെ കണ്ണുനീര് വീണ പാല് കൊണ്ടുണ്ടാക്കിയ ചായ നമ്മൾ ഈ ഡെയിലി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചായ എവിടെ? അത് ശരിയാലോ. നീ ചായ എടുക്കാനാണോ പോയത്? കഥ കേട്ടപ്പോ ഞാനിങ്ങനെ പോകും. എന്റെ പൊന്നാലീസ്, ഇമാതിരി വൃത്തികെട്ട കഥ ഈ ഗേറ്റിന്റെ അകത്ത് പോലും കേറ്റാൻ പാടില്ല. ഞാനൊരു ഡോക്ടറാണ്, നീ ഡോക്ടറുടെ ഭാര്യ. ആ അന്തസ്സ് നീ കാക്കണം. പിന്നെ ഞാൻ കേറ്റും. ഓടുന്നു. ഇനിയെങ്കിലും ചായ കിട്ടുമോ? ഇപ്പൊ തരാം. ഓരോ കഥകൾ, വൃത്തികെട്ട കഥകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കഷ്ടം, പരമ കഷ്ടം. ഡോക്ടറെ നമസ്കാരം. എന്നാണ്ട് വിശേഷമൊക്കെ? പിന്നെ എന്തുവാ പവിത്ര? പവിത്രം കാരണം സമയത്തിന് ചായ പോലും കിട്ടാത്ത അവസ്ഥയായി. ഞാനെന്നാ കാണിച്ചു? പവിത്രം ഒരു ജോലിക്കാരി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ? ജോലിക്കാരി ഇല്ലായിരുന്നപ്പോ ഈ ചായയും കാപ്പിയൊക്കെ എനിക്ക് കൃത്യമായിട്ട് കിട്ടുമായിരുന്നു. അപ്പൊ അതൊന്നും കിട്ടുന്നില്ല. അത് ശരി, ജോലി ചെയ്യാത്ത ജോലിക്കാരിയോ? അവളെ പറഞ്ഞു വിടുതാറ, ശമ്പളമല്ലേ അങ്ങോട്ട് കൊടുക്കുന്നത്. അതിന് ആലീസ് സമ്മതിക്കണ്ടേ? ശരി, കറക്റ്റ് സമയത്ത് കാപ്പിയും ചായ ഉണ്ടാക്കി തരാത്ത ജോലിക്കാരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ആലീസ് സമ്മതിക്കുന്നില്ലെന്നു. ഡോക്ടർ ഒരു കാര്യം ചെയ്യാം, മീനാക്ഷിയെ വിളിച്ചാൽ ഞാൻ സംസാരിക്കാമല്ലോ. അതൊന്നും വർക്കൗട്ട് ആകത്തില്ല. എന്താ എനിക്ക് ചായയും കാപ്പിയും ഒന്നും കിട്ടുന്നില്ലെങ്കിലും ആലീസിന് കിട്ടുന്നതൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോ പിന്നെ ആലീസ് അവളെ പറഞ്ഞു വിടുവോ? ചുരുക്കം പറഞ്ഞാൽ ആലീസിന് കൃത്യസമയത്ത് ചായയും കാപ്പിയും കിട്ടുന്നുണ്ട്, ഡോക്ടർക്ക് കിട്ടുന്നില്ല. ആലീസിന് വേണ്ടത് ചായയും കാപ്പിയും ഒന്നുമല്ല, പരദൂഷണമാണ്. ഈ നാട്ടിലുള്ള എല്ലാ പരദൂഷണം കൃത്യമായിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ കിട്ടുന്ന സന്തോഷം ആലീസിന് എന്താണെന്നറിയാമല്ലോ. അതൊന്നും പറയാതെ പെണ്ണുങ്ങളുടെ ഒരു പ്രധാന പരിപാടിയാണല്ലോ ഈ പരദൂഷണം പറച്ചിലെന്ന് പറയുന്നത്. അത് സാറ് കണ്ടില്ലെന്ന് പറഞ്ഞങ്ങ് വിട്ടേര്. എന്തായാലും ആലീസിനെ കൊണ്ടുള്ള കുറച്ച് ശല്യം സാറിന് മാറി കിട്ടിയോ? അതല്ല പവിത്ര പ്രശ്നം. ഈ നാട്ടിലുള്ള എല്ലാ ആണുങ്ങളെ പറ്റി ഇവിടെ വന്ന് പരദൂഷണം പറയുന്നുണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങി ആരെക്കുറിച്ചായിരിക്കും പരദൂഷണം പറയുന്നത്? എന്നെ ആലീസിനെ കുറിച്ചായിരിക്കുമല്ലോ, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി. അതൊരു പ്രശ്നമാണ്. ഡോക്ടർ ഒരു കാര്യം ചെയ്യും, ആലീസ് ഇല്ലാത്ത നേരം നോക്കി ആ മീനാക്ഷി ഇങ്ങനെ വിളിച്ചേച്ച് ഇനി മേലിൽ ഈ വീട്ടിൽ പരദൂഷണം പറയുന്നു പറഞ്ഞ് വിരട്ടി വിട്ടേ. എന്നിട്ട് വേണം അവരത് കൃത്യമായിട്ട് ആലീസിനോട് പറഞ്ഞിട്ട് ആലീസ് പിന്നെ എന്റെ മക്കിട്ട് കയറാൻ. എന്റെ പൊന്നെ, പവിത്രനെ കാണണമെന്ന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എന്നാ കാര്യം? പവിത്രൻ അല്ലേ പറഞ്ഞത് ആ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന സുജാത ഭയങ്കര ഡീസന്റ് ആന്ന്? അവരുടെ തനി സ്വരൂപം ഞാൻ ഇന്ന് അറിഞ്ഞതേ ഉള്ളൂ. വാ, എനിക്ക് കുറച്ച് കഥ പറയാനുണ്ട്. വാ. എന്റെ പൊന്ന ആലീസ്, എനിക്ക് കഥ കേൾക്കാനുള്ള സമയമില്ല. എനിക്ക് വീട്ടിൽ ചെന്ന് ഒരുപാട് പരിപാടിയുള്ളതാ. എന്റെ പവിത്രൻ ആ സുജാതയുടെ സ്വഭാവം അറിയണം. പുറമെ വേണ്ടെങ്കിൽ വേണ്ട, പുറമേ ഒരു സ്വഭാവം, പക്ഷെ കയ്യിലിരിപ്പ് മഹാമോശം. മീനാക്ഷി പറഞ്ഞായിരിക്കും അല്ലേ? ആന്ന്. എന്റെ ദൈവമേ, ആ മീനാക്ഷി ഇവിടെ വന്ന നന്നായി. അതുകൊണ്ട് എന്താ, ഈ നാട്ടിലുള്ള കുറെ യോഗ്യന്മാരുടെ തനി സ്വരൂപം അറിയാൻ പറ്റി. അവരൊരാഴ്ച ഇവിടെ നിൽക്കുവാണെങ്കിലുണ്ടല്ലോ, ഇവിടെ ഉള്ള എല്ലാ വീടുകളിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഈ വീട്ടിലിരുന്ന് എനിക്കറിയാൻ പറ്റും. മീനാക്ഷി നമ്മുടെ കാര്യം ഇതുപോലെ എല്ലായിടത്തും ചെന്ന് പറയും. ഓഹോ, അല്ലെ നമ്മുടെ കാര്യം എന്തോന്ന് പറയാൻ? നമ്മൾ നല്ല ഡീസന്റ് ആയിട്ടല്ലേ ജീവിക്കുന്നത്? അതായിരിക്കൂല ചിലപ്പോ മീനാക്ഷി എന്ന് പറയുന്നത്.
ഇച്ചാനൊന്നും മിണ്ടായിരിക്കും ചായ. ആ മീനാക്ഷിയുടെ വാ തുറന്നറിയാം അവര് പറയുന്ന മൊത്ത സത്യമാണ്. ദേ, ഞാനൊരു ചായ ചോദിച്ചായിരുന്നു, അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? മറന്നുപോയി. ഇപ്പൊ എടുക്കാവേ. പൗത്ര ചായ വേണം. അല്ല ഇന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ എടുത്താൽ കുഴപ്പമില്ല. എന്ത് വർത്താനോ, ഇപ്പൊ തരാം. ഓ എൻ്റെ ദൈവമേ, മീനാക്ഷി നാട്ടുകാരുടെ കഥ പറയുന്ന കൂട്ടത്തിൽ എൻ്റെ കഥയും കൂടെ പറയാതിരുന്നാൽ മതിയായിരുന്നു. എങ്കിൽ പിന്നെ ആലീസ് ഈ പടി എന്നെ ചവിട്ടിപ്പിക്കുകയില്ല. അങ്ങനെ പറയത്തക്ക കഥകൾ വല്ലതും ഉണ്ടോ? അല്ല ഉള്ളത് പറയണമെന്നില്ലല്ലോ. അതാ. എന്തായാലും പവിത്ര ഒരു കാര്യം ചോദിച്ചല്ലേ, നീ ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി, പിന്നെ കാണാം. അല്ല ചായ ഇത്തിരി കുടിച്ചു വെച്ചങ്ങ് പോകല്ലോ, രാവിലെ അല്ലേ. കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കാൻ പോവാണോ? കിട്ടിയത് തന്നെ പോവാൻ നോക്ക്. ചായ നോക്കിയിരുന്നു അവസ്ഥയൊക്കെയാണ്.